നമസ്തേ. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 12-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 28-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്ന് ദിവസം ശുഭമല്ല. ഇത് ശനീശ്വരൻ്റെ ദിവസമാണ്. ശനിയെ ജ്യോതിഷം നമ്മൾ ഒരു ജാതകമൊക്കെ നോക്കുമ്പോൾ തന്നെ ശനി എന്നായിരിക്കില്ല ആ കോളത്തിനകത്ത് എഴുതിയിരിക്കണേ. മാ എന്ന അക്ഷരം കൊണ്ടാണ് ശനിയെ സൂചിപ്പിക്കുന്നത്. അതായത് മാ എന്ന് പറഞ്ഞാൽ മന്ദൻ എന്നാണ് ശനിയെ വിളിക്കണേ. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം. അവൻ സ്ലോവിലേ പോവുള്ളൂ. അപ്പോൾ ശനിയുടെ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇഴയും. നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടി വരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഒന്നും നമ്മൾ എല്ലാം സ്പീഡിൽ ചെയ്ത് തീർക്കാൻ നോക്കണം. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഇഴയും. സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. അസ്വസ്ഥതയും ടെൻഷനും ഉന്മേഷമില്ലായ്മയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മിഥുന മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ ഈ ഒരു വർഷം. കാരണം ശാരീരിക അസ്വസ്ഥത, കാര്യാദികൾക്കെല്ലാം തടസ്സം, സാമ്പത്തിക നഷ്ടം, അതുപോലെ മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമായി ഭവിക്കുക. നമ്മൾ പറയാം അവനിപ്പോൾ ശനി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കും. നമ്മളെ നല്ലത് ചെയ്താലും ആരും ഉൾക്കൊള്ളാത്ത അവസ്ഥ വരും. അങ്ങനെ വരുന്ന ഒരു വർഷമായതുകൊണ്ട് നിങ്ങൾ വളരെ പേടിക്കണം. ഇതിനു വേണ്ടി ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം അസുഖമോ അസ്വസ്ഥതയോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇത് ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ കാഠിന്യം കുറയും. നമുക്കൊരു പ്രതിവിധിയായി ഒരു അസുഖത്തിന് മരുന്ന് പോലെ ആവും. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും നമുക്ക് ഓരോ കാര്യത്തിന് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി ഇറങ്ങുക. കലണ്ടർ നോക്കുമ്പോൾ 9:10 എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 9:22 തൊട്ട് ആണ് തുടങ്ങുന്നത്. 10:58 വരെ ആണ് രാഹുകാല സമയം. ഈ സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും സമയം നിൽക്കുന്ന കാലഘട്ടം. യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ അതിൽ ഗുളിക കാല സമയം വരുന്നത് 6:14 തൊട്ട് 7:48 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2:04 തൊട്ട് 3:38 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇത് പകൽ സമയമാണെന്ന് അറിയുക. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം, നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:06 തൊട്ട് 12:54 വരെ 48 മിനിറ്റ് നേരമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും നീല തുണിയോ കറുത്ത തുണിയോ കരുതുന്നത് നമ്മളിൽ നിന്ന് ശനീശ്വരൻ്റെ നെഗറ്റീവ് മാറ്റാനും പോസിറ്റീവ് നമ്മളിലേക്ക് വലിച്ചെടുക്കാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.